പിന്നെ നിങ്ങൾ 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 ഞാൻ പറഞ്ഞത് കേൾക്കുന്നു. നിങ്ങൾ പറയാം അതിന്റെ ഇടക്ക് പറഞ്ഞാൽ ശരിയാവും. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടേ? കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഭരണകക്ഷി നേതാക്കളായ MLA-മാരും മന്ത്രിമാരും, അതായത് CPM-ലെ MLA-മാരും മന്ത്രിമാരും അടങ്ങുന്നവർ നടത്തുന്ന പ്രസ്താവനകളെല്ലാം തന്നെ വലിയ തരത്തിൽ വിവാദങ്ങളാകുന്നുണ്ട്, അല്ലെങ്കിൽ വിവാദ പരാമർശങ്ങളാകുന്നുണ്ട്, ചർച്ചകളാകുന്നുണ്ട്, വലിയ തരത്തിൽ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നുമുണ്ട്. എന്നാൽ അതിൽ മറുപടി പറയുന്നതിന് പകരം ന്യായീകരണങ്ങളായി മെഴുകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ തുടക്കം മുതൽ തന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ബോഡി ഷേമിങ്ങിനെ കുറിച്ചും അതുപോലെ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പുരോഗമനത്തെക്കുറിച്ചുമൊക്കെ വാതോരാതെ പ്രസംഗിക്കുന്നവരാണ് ഇടതുപക്ഷ നേതാക്കളെല്ലാം തന്നെ. ഇവർ നടത്തുന്ന ഓരോ സമയത്തെയും പ്രസ്താവനകൾ പലപ്പോഴും വലിയ തരത്തിൽ ചർച്ചകളായിട്ടുണ്ട്, വലിയ തരത്തിൽ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് പലപ്പോഴുമായി നടത്തിയിട്ടുള്ള പരാമർശങ്ങളെല്ലാം, അതായത് സ്ത്രീകൾക്ക് അനുയോജ്യമായ പ്രസ്താവനകൾ, അതുപോലെ പുരോഗമനപരമായ പ്രസ്താവനകൾ, പുരോഗമന പ്രസ്ഥാനമാണ് CPM എന്നിവർ പറയുന്നതെല്ലാം വെറും ഉമ്മാക്കി മാത്രമാണെന്നും വെറും ഇരട്ടത്താപ്പ് മാത്രമാണെന്നുള്ള വാദങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി CPM-ലെ മന്ത്രിമാരടക്കം, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം, പിന്നെ ഇങ്ങോട്ട് PP ചിന്തരച്ചൻ, അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ, പ്രതിഭ എന്നിവരടങ്ങുന്ന MLA-മാരടക്കമുള്ളവർ നടത്തുന്ന പ്രസ്താവനകളിൽ പലതും വലിയ തരത്തിൽ ബോഡി ഷേമിങ്ങും അതുപോലെ തന്നെ സ്ത്രീ വിരുദ്ധ നിലപാടുകളും നിറഞ്ഞതാണ്. ഇതിനു മുന്നേ ഇതുപോലെ പലതവണ പിണറായി വിജയൻ അടക്കം CPM-ലെ പല നേതാക്കന്മാരടക്കം പ്രസംഗിച്ചപ്പോഴെല്ലാം അല്ലെങ്കിൽ പ്രസ്താവനകൾ നടത്തിയപ്പോഴെല്ലാം ഒരക്ഷരം മിണ്ടാതിരുന്നവരാണ് ഈ സോഷ്യൽ മീഡിയ മാനിയാക്കുകളെല്ലാം തന്നെ. ഇവർ വലിയ തരത്തിൽ പുരോഗമന ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന പല പുരോഗമന എഴുത്തുകാരും അതുപോലെ തന്നെ ചിന്തകരുമെല്ലാം ഇടതുപക്ഷ അനുകൂലികളായ ഇവരെല്ലാം പലപ്പോഴായും പലർക്കെതിരെയും പലരുടെയും പരാമർശങ്ങൾ, അബദ്ധത്തിലുണ്ടാകുന്ന പല പരാമർശങ്ങളെയും വലിയ തരത്തിൽ വിവാദമാക്കുകയും, മമ്മൂട്ടി ഒരു സംവിധായകനെതിരെ ഒരു വേദിയിൽ ചിരിച്ചുകൊണ്ട് തമാശ രൂപേണ തലയിൽ മുടിയില്ലെങ്കിലും തലയ്ക്കകത്ത് മൊത്തം ബുദ്ധിയാണെന്ന് പറഞ്ഞതിനെ വിവാദമാക്കിയവർ അങ്ങനെ ഒടുവിൽ മമ്മൂട്ടി അതിന് മാപ്പ് പറയുന്ന സാഹചര്യം വരെ ഉണ്ടായി. അങ്ങനെ പലപ്പോഴായി പലരുടെയും അറിയാതെ ഉണ്ടാകുന്ന പ്രസ്താവനകളെ പോലും വിവാദമാക്കിയ, ചർച്ചകൾക്ക് വഴിവെച്ചിട്ട ഈ പറഞ്ഞ പുരോഗമനിസ്റ്റുകൾ, അതുപോലെ തന്നെ വലിയ തരത്തിൽ പ്രസ്താവനകൾ നടത്തുന്ന, വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന, പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്ന, വലിയ തരത്തിൽ അധിക്ഷേപങ്ങൾ നടത്തുന്ന ഈ പറഞ്ഞ പുരോഗമന പാനലിൽ നിൽക്കുന്ന ഇടതുപക്ഷ സ്വയം തലയിൽ കെട്ടി നിൽക്കുന്ന പല നേതാക്കന്മാരും പല ആൾക്കാരും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പിണറായി വിജയൻ അടക്കമുള്ളവർ നടത്തിയ പ്രസ്താവനകളിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഇവിടെ സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ പ്രബന്ധങ്ങൾ തന്നെ എഴുതുന്നവർ പോലും ഈ പറഞ്ഞ പരാമർശങ്ങൾക്ക് വിരുദ്ധമായി ഒരു വാക്ക് പോലും, അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് പോലും പറയാനുള്ള മനസ്സ് കാണിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ യാഥാർത്ഥ്യമായ കാര്യം. എന്നാൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ, മറ്റൊരു രാഷ്ട്രീയപ്പെട്ട നേതാവാണ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആരെങ്കിലും ആണ് ചെയ്തിരുന്നെങ്കിൽ അതിനെ വലിയ തരത്തിൽ വിവാദമാക്കുകയും സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചു കീറി അതിനെ ഒടുവിൽ മാപ്പ് പറയുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തിക്കുന്ന അവസ്ഥകൾ പലതും ഉണ്ടായിട്ടുണ്ട്, പലതും നാം കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ മാപ്പ് പറയേണ്ടത് തന്നെയാണ്. എന്നാൽ ഈ നിലപാട് ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇരട്ടത്താപ്പിൻ്റെ പ്രധാന കാര്യം. ഇവരുടെ എല്ലാം, അതായത് വലിയ തരത്തിൽ പുരോഗമനം പറയുന്നവർ ഞങ്ങൾ വലിയ ആൾക്കാരാണെന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ നായകന്മാരെല്ലാം, അതായത് ഇവർ പലപ്പോഴായി നടത്തുന്ന ചർച്ചകൾ CPM-ന് അനുകൂലമായി മാത്രം മാറുകയും CPM നടത്തുന്ന പ്രസ്താവന ആണെങ്കിൽ CPM-ലെ MLA-മാരോ മന്ത്രിമാരോ നേതാക്കളോ നടത്തുന്ന പ്രസ്താവന ആണെങ്കിൽ വാ മൂടിക്കെട്ടി മിണ്ടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ പിണറായി വിജയൻ തന്നെ ആദ്യം സഭയിൽ നടന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് വലിയ തരത്തിൽ ചർച്ചയാവുകയും വലിയ തരത്തിൽ അത് പ്രതിപക്ഷത്തിൽ വലിയ ബഹളമുണ്ടാക്കുകയും ചെയ്ത കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് 8 അട്ടി വെച്ചതുപോലെ എന്നാണ്. അതായത് പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധം, അല്ലെങ്കിൽ വാച്ചാമാടന്മാരുമായുള്ള പ്രതിഷേധങ്ങളെല്ലാം പിണറായി വിജയൻ പറഞ്ഞത് 8 അട്ടി വെച്ചതുപോലെ ആണ് ചിലർ കാണിക്കുന്നത് എന്നാണ്. അത് പ്രതിപക്ഷത്തെ ഒരു MLA നോക്കിയാണെന്നുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. ഈ ആരോപണങ്ങളിൽ ഇന്ന് പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ അതിനുള്ള മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി പറയുന്നത് പോലും ഞാൻ ഉയരം കുറഞ്ഞവനല്ല പറഞ്ഞത്, ആരോഗ്യം കുറഞ്ഞെന്നുള്ള തരത്തിലാണ് പറയുന്നത്. അതായത് ഞാൻ ഉയരം കുറഞ്ഞവരെ അല്ല പറഞ്ഞിരിക്കുന്നത്, പകരം ആരോഗ്യമില്ലാത്ത ആളിനെയാണ് ഞാൻ പറഞ്ഞത് 8 അട്ടി വെച്ച പോലെ എന്ന്. അതും ബോഡി ഷേമിംഗ് ആണെന്ന് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ആരാണ് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ചോദ്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, ഏവർക്കും മാതൃകയാകൊണ്ട ഒരാളാണ്. അദ്ദേഹമാണ് ഇന്ന് ആദ്യം ഈ പറഞ്ഞ ബോഡി ഷേമിംഗ് പരാമർശം നടത്തുകയും ഒപ്പം തന്നെ ഇന്നതിനെ മറ്റൊരു തരത്തിലേക്ക് മാറ്റുകയും ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞത് കേൾക്കുന്നു. നിങ്ങൾ പറയാം അതിന്റെ ഇടക്ക് പറഞ്ഞാൽ ശരിയാവും. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടേ? 8 എന്ന് പറയുന്നത് ഒരു നാടൻ പ്രയോഗമാണ്. ഈ 8 അട്ടി വെച്ച അത്രയും ഞാൻ എന്താ അർത്ഥം? അതൊരു കാറ്റ് വന്നാൽ തന്നെ വീണു പോകും. അയാളാണ് ഈ പറഞ്ഞ ഒരു ഊതൽ ഊതിയാൽ വീണു പോകുന്നയാളാണ്.
ഈ പറയുന്നവരെല്ലാം നല്ല ആരോഗ്യമുള്ളവരാണല്ലോ, പക്ഷെ അവര് നിശബ്ദ ജീവികളല്ലേ അവിടെ. നിങ്ങളിപ്പോൾ കണ്ടതിൽ ആദ്യം മുതൽ അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ശുഭദിനായി പ്രസംഗിക്കുക മാത്രമല്ല, അല്ലെങ്കിൽ ശുഭദിനായി സംസാരിക്കുക മാത്രമല്ല ചെയ്തത്, പകരം അതിനൊപ്പം തന്നെ അദ്ദേഹം ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ ഉയരം കുറഞ്ഞ ആളിനല്ല പറഞ്ഞത്, ആരോഗ്യം കുറഞ്ഞ ആളിനാണ് 8 അട്ടി വെച്ച പോലെ എന്ന് പറഞ്ഞത് എന്ന തരത്തിലാണ് പിണറായി വിജയൻ്റെ പ്രസ്താവന. എന്നാൽ അതുപോലെ തന്നെയാണ് പി ചിത്തരഞ്ജനും പറഞ്ഞിരിക്കുന്നത്. പി ചിത്തരഞ്ജൻ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് പിന്നാലെയാണ് അദ്ദേഹം പറഞ്ഞത്. ആലപ്പുഴ MLA ആയ ഈ പി ചിത്തരഞ്ജൻ ഇതിനു മുന്നേയും വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്, വിവാദമായ പരാമർശങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ഇതൊന്നും കൂടാതെ അദ്ദേഹം പറഞ്ഞ പ്രസ്താവന എന്ന് പറയുന്നത് 2 കൈയും ഇല്ലാത്തവൻ്റെ ചന്തിയിൽ ഉറുമ്പ് കയറിയാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് പ്രതിപക്ഷത്തിന് എന്നാണ്. ചിത്തരഞ്ജൻ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ പി ചിത്തരഞ്ജൻ, പാർലമെന്ററി മിനിസ്റ്റർ. സാർ ഈ 2 കൈയുമില്ലാത്ത ഒരാള് ചന്തയിൽ ഒരു ഉറുമ്പ് കയറിയാൽ അനുഭവിക്കുന്ന ഒരു ഗതിയിലാണ് സാർ നമ്മുടെ പ്രതിപക്ഷം ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. ഇതാണ് പരാമർശം. എന്തടിസ്ഥാനത്തിലാണ് വൈകല്യമുള്ള ആൾക്കാരെ ഇങ്ങനെ അധിക്ഷേപിക്കാനുള്ള മനസ്സുണ്ടാകുക എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ 2 കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, അവരൊക്കെ വലിയ വലിയ നിലയിലെത്തിയിട്ടുണ്ട്, അവർ വലിയ വലിയ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ അവരുടെ ആ ഒരു ചെറിയ പോരായ്മയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ചെറിയ വൈകല്യത്തിൽ നിന്നുകൊണ്ട് അവർ എത്തിപ്പിടിച്ച ഉയരങ്ങൾ വളരെ വലുതാണ്. അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ, ഒത്തിരി ആൾക്കാർ നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, നമ്മൾ അറിഞ്ഞവരിലുണ്ട്. അങ്ങനെ അത്രയും വലിയ അവരുടെ ആ ഒരു ചെറിയ പ്രശ്നം വെച്ചിട്ട്, അല്ലെങ്കിൽ കൈയില്ലെങ്കിൽ കാലില്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ചെറിയ വൈകല്യങ്ങൾ പോലും മറന്നുകൊണ്ട് അവർ എത്തിപ്പിടിച്ച ഉയരങ്ങളെന്ന് പറയുന്നത് വളരെ വലുതാണ്. അവരെ നാം ചേർത്ത് നിർത്തിയില്ലെങ്കിലും അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുക എന്നുള്ള വാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഇത് ഒരു MLA എന്നതിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ MLA എന്നതിൽ ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത കാര്യമാണെന്ന് കൂടി പി ചിത്തരഞ്ജൻ മനസ്സിലാക്കണം. ഒപ്പം തന്നെ സൈബർ തൊഴിലാളികളും അതുപോലെ സാംസ്കാരിക നായകരായി നെളിഞ്ഞു നടക്കുന്നവരും ഇതൊന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. ഇടയ്ക്കെങ്കിലും മറ്റുള്ള പാർട്ടിക്കാരെ കുറിച്ച് പറയുന്നത് പോലെ CPM നടക്കുന്ന കാര്യങ്ങൾ പറയണം, അവർക്കുണ്ടാകുന്ന അപാധകൾ ചൂണ്ടിക്കാണിക്കണം. ആ ചൂണ്ടിക്കാണിക്കുന്നത് എപ്പോഴും നാടിനും നല്ലതാണ്. ഇനിയുള്ളത് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതാണ്. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടിയായി നൽകവെയാണ് മുൻ മന്ത്രി കൂടിയായ, അതായത് മുൻ ദേവസ്വം മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവിൻ്റെ നടത്തിയത് വെല്ലുവിളിയുടെ രൂപത്തിലുള്ള പരാമർശമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് സതീശന് ആണത്വവും തൻ്റെ ഇടവും അഭിമാനവും ഉണ്ടെങ്കിൽ എന്നുള്ള തരത്തിലാണ് പ്രസംഗിച്ചത്. ഈ പരാമർശം ജെൻഡർ പ്രശ്നങ്ങളാണ്, ഇതിനെ അതായത് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയും. അത്തരത്തിലുള്ള വിമർശനമാണ് ഉണ്ടായെന്ന് ഉയർന്നതോടെ പിന്നീട് ആ വാക്ക് അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തെങ്കിലും ഇതൊക്കെ ഒരു MLAക്ക് ചേർന്നതാണോ എന്ന് കൂടി സ്വയം ആലോചിക്കുന്നത് നല്ലതാണ്. ഇവിടെ പലപ്പോഴും CPM നേതാക്കൾക്ക് നിന്നുണ്ടാകുന്ന, അല്ലെങ്കിൽ CPM MLAമാരിൽ നിന്നുണ്ടാകുന്ന, മന്ത്രിമാരിൽ നിന്നുണ്ടാകുന്ന ഇത്തരം പരാമർശങ്ങൾ വിവാദമാകാതെ പോകുന്നത് പതിവാണ്. എന്നാൽ മറ്റുള്ള ഇപ്പോൾ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമാണ് പറയുന്നതെങ്കിൽ അത് വലിയ വിവാദമാവുകയും അതിനെ വലിയ തരത്തിൽ ചർച്ചയാക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ സാംസ്കാരിക നായകർ വലിയ തരത്തിൽ അതിനെ പ്രബന്ധങ്ങൾ എഴുതി കൊല്ലുന്ന നാട്ടിൽ ഇത്തരം പരാമർശങ്ങൾ തുടർച്ചയായി ഉണ്ടായിട്ടും ഒരു വാക്ക് പോലും ഒരാളും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന് ഇന്ന് നടന്ന സംഭവമാണ്. ഇന്ന് പ്രതിഭ MLA നടത്തിയ ഒരു പരാമർശമാണ്. പ്രതിഭ MLA കായംകുളത്തൊരു സാംസ്കാരിക പരിപാടി സംസാരിക്കവെയാണ് CPM MLA ആയ പ്രതിഭ ഇത്തരത്തിലൊരു പരാമർശം നടത്തിക്കുന്നത്. ചില ഉദ്ഘാടന ചടങ്ങുകളിലെ സിനിമാ താരങ്ങളുടെ വസ്ത്രധാരങ്ങളെക്കുറിച്ചായിരുന്നു അവരുടെ പരാമർശം. ആ പരാമർശം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ സിനിമാക്കാരോട് ഒരുതരം ഭ്രാന്താണ്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കട ഉദ്ഘാടനത്തിന് സിനിമാ താരങ്ങൾ, അത് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെ കൊണ്ടുവരുന്ന ഒരു പുതിയ സംസ്കാരം കേരളത്തിൽ. എന്തിനാ അത്? ഇത്രയ്ക്ക് വായുനോക്കിയാണോ കേരളത്തിലെ മനുഷ്യന്? തുണി എടുക്കാത്ത ഒരാൾ വന്നാൽ എല്ലാവരും അവിടെ തിരിച്ചു കയറുക. നിങ്ങൾ കണ്ട ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ പ്രതിഭ പറഞ്ഞിരിക്കുന്നത് ഉദ്ഘാടനങ്ങൾക്ക് ഇപ്പോൾ തുണി ഉടുക്കാത്ത താരങ്ങളെയാണ് കൊണ്ടുവരുന്നത്. തുണി ഉടുക്കാത്ത താരം എന്നാൽ എല്ലാവരും ഇടിച്ചു കയറുകയാണ്. അത്രയ്ക്ക് വായി നോക്കികളാണോ കേരളത്തിലെ മനുഷ്യർ? അവരോട് തുണി ഉടുത്ത് വരാൻ പറയണം. ഇതാണ് പരാമർശം. ഇതൊരു സദാചാര പോലീസ് ചമയുന്ന അതിന് തുല്യമാണെന്ന് കൂടി പ്രതിഭയ്ക്ക് മനസ്സിലാവുന്നില്ല. പ്രതിഭ ഒരു സ്ത്രീയാണ്. അവർ തന്നെ ഈ തരത്തിലുള്ള സ്ത്രീവിരുദ്ധ നിലപാടുകൾ പറയുമ്പോൾ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ, സ്വാതന്ത്ര്യത്തെയൊക്കെ ചോദ്യം ചെയ്യണമെന്നതും എങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യലുകൾ അംഗീകരിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഒരു MLA ആണിത് പറയുന്നതെന്ന് കൂടി മനസ്സിലാക്കണം. തുടർച്ചയായി ഇത്തരം വ്യക്തിപരമായ അധിക്ഷേപങ്ങളും വിവാദ പ്രയോഗങ്ങളും എല്ലാം കേരളത്തിൽ രാഷ്ട്രീയ സംവാദങ്ങളുടെ നിലവാരം തകർത്തതായി പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. ഇത് പൊതുസമൂഹം കാണുന്നതാണ്. ഓരോ മലയാളികളും ഓരോരുത്തരും കാണുന്നത്. കാരണം കേരളത്തിലെ ഓരോരുത്തരും ഇത്രത്തോളം വായി നോക്കികളാണോ എന്ന് കേരളത്തിലെ ഓരോരുത്തരെയും അടച്ചാക്ഷേപിച്ചുകൊണ്ടാണ് ഇന്ന് പ്രതിഭ സംസാരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ
ഈ പറഞ്ഞ PP ചിത്തരഞ്ജൻ ആയിക്കോട്ടെ, കടകംപള്ളി സുരേന്ദ്രൻ ആയിക്കോട്ടെ, പിണറായി വിജയൻ ആയിക്കോട്ടെ, ഇപ്പോഴിതാ പ്രതിഭ ആയിക്കോട്ടെ, ഇതിനു മുന്നേ MM മണി അടക്കമുള്ളവർ ഇതുപോലുള്ള പരാമർശങ്ങൾ പലതും നടത്തിയിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും വിവാദമാകുന്നില്ല, അന്നൊന്നും വിവാദമാക്കുന്നില്ല. പക്ഷേ ഇത് പറയാതെ പോകുന്നത് ശരിയല്ല എന്നുകൂടി നാം മനസ്സിലാക്കണം. കാരണം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകരാണിവർ, രാഷ്ട്രീയ നേതാക്കളാണിവർ. ഈ നേതാക്കളെ കണ്ടാണ് അണികൾ പഠിക്കുന്നത്. ഈ അണികളിൽ നിന്നാണ് പല നാട്ടുകാരിലേക്കും എത്തുന്നത്, നാളെ വളർന്നു വരുന്ന കുട്ടികൾ തമ്മിൽ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇവർ നടത്തുന്ന പല പരാമർശങ്ങളും ഇതിലെടുത്തു പറയേണ്ടത്, പിണറായി വിജയൻ ഇന്നാദ്യമായല്ല ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത്. ഇതിനു മുന്നേയും പലപ്പോഴായി പലർക്കെതിരെയും പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. കുലംകുത്തി പരാമർശം നടത്തിയിട്ടുണ്ട്, പരനാറി എന്നുള്ള പരാമർശം നടത്തിയിട്ടുണ്ട്, അതുപോലെ അമിത്ഷായെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ തരത്തിൽ പിണറായി വിജയൻ പലപ്പോഴായി വ്യക്തി അധിക്ഷേപവും അതുപോലെ തന്നെ ബോഡി ഷേമിംഗ് ഒക്കെ നടത്തുന്നത് സ്ഥിരം പതിവാണ്. എന്നാൽ പിണറായി വിജയൻ ആയതുകൊണ്ട് മാത്രം ഇത് പലപ്പോഴും വിവാദങ്ങളാകാതെ പോകുന്നു. അതുപോലെ തന്നെ അമിത്ഷായെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഈ തടി, വെള്ളം നിറച്ച ഈ തടി കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് നടത്തിയത്. അത് അമിത്ഷായെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അന്നത് വിവാദമായത് പോയത്. കാരണം അമിത്ഷാ എന്ന BJPയുടെ രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന് ആ പ്രസ്ഥാനത്തോട് താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രത്യയശാസ്ത്രത്തോട് താല്പര്യമില്ലാത്തത് കാരണം മലയാളികൾ പലരും അതിനെ എതിർക്കാനോ സപ്പോർട്ട് ചെയ്യാനോ പോയിട്ടില്ല, മിണ്ടാട്ടം കണ്ടതായി നടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ ഒരു നേതാവ് എന്ന നിലയിൽ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ, അതുപോലെ MLA മാർ എന്ന നിലയിൽ ഇവർ നടത്തുന്ന പ്രസ്താവനകൾ നാളെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ, അതുപോലെ യുവതലമുറകളെല്ലാം കണ്ടു പഠിക്കുന്നതാണ്, കേട്ട് പഠിക്കുന്നതാണ്, അറിയുന്നതാണ്. സഭയിൽ പോലും ഇത്തരം പരാമർശം നടത്തുമ്പോൾ VD സതീശൻ പറഞ്ഞത് 8 അട്ടി വെച്ച പോലെ എന്നുള്ള പരാമർശം എടുത്തു മാറ്റണം, അല്ലെങ്കിൽ എടുത്തു കളയണമെന്നുള്ള പരാമർശം പോലും VD സതീശൻ അടക്കം അവിടെ പ്രഖ്യാപിച്ചതാണ്. എന്നാൽ അവിടെ ഭരണകക്ഷികൾ ഇതിൽ ഏറ്റവും അംഗീകരിക്കാൻ കഴിയാത്തത് അവിടെ നടന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ കൈയടിച്ചു കൊടുത്ത ഭരണപക്ഷ അംഗങ്ങളെയാണ്. അതിലെ ഭരണപക്ഷ അംഗങ്ങളിൽ പലരും അതിനെ ന്യായീകരിക്കുന്ന തലത്തിലേക്ക് പോകുന്നു. അതിൽ പല നേതാക്കന്മാരും പറഞ്ഞത്, പല MLA മാരും പറഞ്ഞത്, ഒരു വ്യക്തിയല്ലല്ലോ പറഞ്ഞത്, ആരെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്, അതുകൊണ്ട് അതിനെ വിവാദമാക്കേണ്ട ആവശ്യമില്ല എന്ന തരത്തിലൊക്കെ ഇവർ സംസാരിക്കുമ്പോഴും അത് വ്യക്തി അധിക്ഷേപമാണെന്നും, ജനറലി അതിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചാണെന്നും, വൈകല്യങ്ങളെ അധിക്ഷേപിക്കുന്നതാണെന്നും, 8 അട്ടി വെച്ചതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെയും അതുപോലെ ഉയരത്തെയും കണക്കാക്കിയുള്ളതാണെന്നുള്ളത് ആർക്കാണ് മനസ്സിലാകാത്തതെന്ന് പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട്. ഇവിടെ ഈ പരാമർശം എടുത്തു കളയണമെന്ന് പോലും ഉള്ള പ്രസ്താവനകൾ ഉണ്ടായിട്ടും ഇന്ന് പിണറായി വിജയൻ വന്ന് പറഞ്ഞത് പോലും അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ്. ഈ ന്യായീകരണങ്ങൾ മാത്രമാണ് നാളെ ഇതുവരെ നടന്നിട്ടുള്ളത്. ഇവരാണ് നാളെ നമുക്ക് വന്നിട്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചും അതുപോലെ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീകളുടെ ഉന്നമനത്തെക്കുറിച്ചുമൊക്കെ വാതോരാതെ സംസാരിക്കുന്നത് എന്നുകൂടി നാം ഓർക്കേണ്ടതാണ്.